പ്രിയരെ, രാത്രികാലങ്ങളിൽ ഹൈവേ കൂടെ നമ്മളൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഹൈവേയിലെ ഒരു വലിയ ആകർഷണമാണ് അതിൽ ഘടിപ്പിച്ചിട്ടുള്ള റിഫ്ലക്ടറുകൾ. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ആദ്യമായി ഇത് കണ്ട് മുട്ടുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് കറണ്ട് കൊണ്ട് കത്തിക്കുന്ന എന്തോ ഒരു സംവിധാനമാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് വരവേ പെട്ടെന്ന് വണ്ടി നിർത്തേണ്ടതായി വന്നു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഞാൻ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഈ റിഫ്ലക്ടറുകളൊന്നും പിന്നെ അങ്ങോട്ട് കത്തുന്നില്ല. കുറേ ആലോചിച്ചപ്പോൾ മനസ്സിലായി, ഞാൻ യാത്ര ചെയ്യുന്ന വണ്ടിയുടെ വെട്ടം തട്ടിയാണ് ഈ റിഫ്ലക്ടറുകൾ പ്രകാശിക്കുന്നത് എന്ന്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു ആത്മീയ ചിന്തയാണിത്. നമുക്ക് പ്രകാശമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്കില്ലാത്തതൊന്ന് മറ്റൊരാൾക്ക് കൊടുക്കുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യം, മർത്തോമാ ശ്ലീഹ എന്തുകൊണ്ട് ഭാരതത്തിൽ വന്നു? കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാൻ തക്കവണ്ണം പാങ്ങുള്ള ഒരു കാര്യം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അത് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. മർക്കോസിന് സുവിശേഷം 3-ാമത്തെ അധ്യായം 13, 14, 15 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചറിയുന്നു, അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവരെ വിളിച്ചതിന് 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, തന്നോടുകൂടി ആയിരിക്കുക; 2, പ്രസംഗിക്കാൻ അയക്കുക; 3 പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുക. അപ്പോൾ ഈ 3 ദൗത്യങ്ങൾ ശിഷ്യത്വത്തിൻ്റെ ഭാഗമാണ്. കർത്താവിനോടുകൂടി ആയിരിക്കുക. കർത്താവിനോടുകൂടി ആയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കർത്താവ് മാത്രം സ്വന്തമായിട്ടുള്ള ഒരാളായി മാറുക എന്നുള്ളതാണ്. കർത്താവിനെ എവിടെയെങ്കിലും മാറ്റിവെച്ചിട്ട് നമുക്കൊരു യാത്രയില്ല. നമ്മുടെ ഓഫീസിൽ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ കച്ചവടത്തിന് പോകുമ്പോൾ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പോകുമ്പോൾ മാറ്റിവെക്കേണ്ട ഒന്നല്ല കർത്താവ്. അതായത് ഒരു ക്രിസ്തീയ ജീവിതം കർത്താവിൻ്റെ പ്രകാശത്തിൽ നിലനിൽക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ മർത്തോമാ ശ്ലീഹായെ പറ്റി നമുക്ക് പറയാം, ക്രിസ്തീയ പ്രകാശവുമായി ഭാരതത്തിൽ വന്ന യേശുക്രിസ്തുവിൻ്റെ റിഫ്ലക്ടറാണ് മർത്തോമാ ശ്ലീഹ. ഈ മർത്തോമാ ശ്ലീഹ ഈ ഭാരതത്തിൽ വരാനായിട്ടുള്ള കാരണം എന്താണ്? അത് ഇവിടുത്തെ യോഗ്യന്മാർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. ദൈവം തങ്ങളോടുകൂടി ആയിരിക്കാനായിട്ട് അവരാഗ്രഹിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് അവർ വിളിക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മൾ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണുന്നുണ്ട്, കൊർന്നേലിയസിൻ്റെ ഭവനത്തിലേക്ക് പത്രോസ് ശ്ലീഹ കടന്നിരുന്നത്. കൊർന്നേലിയസ് ഒരു വിജാതീയനായിരുന്നു. ആ വിജാതീയനായ മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടാണ് പത്രോസിനെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ജ്ഞാനസ്നാനം കൊടുക്കുവാനായിട്ട് അയക്കുന്നത്. അതുപോലെ ഒരു വിജാതീയ ദേശമായിട്ടുള്ള ഭാരതത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. കാരണം ദൈവത്തിന് എല്ലാവരും മക്കളാണ്. ജാതിക്കതീതമായി, മതത്തിനതീതമായിട്ട് എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നവൻ ഏകദൈവമാണ്. ഏകസത്യമായ യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ എന്നുള്ളത് ഭാരതത്തിനെ ബോധ്യപ്പെടുത്താനായിട്ട് കടന്നു വന്ന ആളാണ് മർത്തോമാ ശ്ലീഹ. ഈ ഭാരതത്തിലെ സന്യാസിമാർ എന്താണ് പ്രാർത്ഥിച്ചത്? ബൃഹദാരണിക ഉപനിഷത്തിൽ അവർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതംഗമയ. ഞങ്ങളെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ. മർത്തോമാ ശ്ലീഹായ്ക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന അറിയിപ്പ് അതാണ്. തന്നോടുകൂടി ആയിരിക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം കൊടുക്കുകയും ചെയ്ത കർത്താവ് തൻ്റെ പ്രസംഗം, താൻ ആരാണ്, യേശുക്രിസ്തു എന്ന സുവിശേഷം ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് ഒരു റിഫ്ലക്ടറായിട്ട് ആ പ്രകാശം ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വന്ന് അത് എല്ലാ ജനപദങ്ങളിലേക്കും എത്തിക്കുവാനായിട്ട് നിയുക്തനാക്കപ്പെട്ട മാർഗത്തിൻ്റെ ശക്തനായ പ്രവാചകനാണ് മർത്തോമാ ശ്ലീഹ. നമ്മൾ കാണുന്നുണ്ട്, സന്യാസിമാർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങളെ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ. മർത്തോമാ ശ്ലീഹായും ശിഷ്യന്മാരും കൂടിയിരുന്ന സമൂഹത്തിൽ യേശുക്രിസ്തു പറഞ്ഞ വാക്ക് യോഹന്നാൻ 8:12 യോഹന്നാൻ ഇങ്ങനെ എഴുതുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അവൻ പറയുകയാണ്, യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കുക, അതിന് ലോകത്തിൻ്റെ പ്രകാശമായവനെ അനുഗമിക്കുവാൻ നമുക്ക് ഒരു ദൗത്യമുണ്ട്. അപ്പോൾ ഭാരത സന്യാസിമാരോട്, മർത്തോമാ ശ്ലീഹായോട് കർത്താവ് അരുളി ചെയ്യുകയാണ്, ഇരുളിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന് പറയുന്ന ജനത്തോട്
നീ എൻ്റെ ഒരു റിഫ്ലക്ടറായിട്ട് നീ അവിടെ ചെന്നിട്ട് ഈ പ്രകാശം, യേശുക്രിസ്തു എന്ന പ്രകാശത്തിനെ നിന്നിൽ കൂടെ പ്രകാശിതമായി കാട്ടിക്കൊണ്ട് നീ പറയണം, ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നവൻ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞവനാണ്, അത് യേശുക്രിസ്തുവാണ് എന്ന് നിങ്ങൾ ഭാരതത്തോട് പറയണം എന്ന് അദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദോത്സവത്തിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഇതിൽ നിന്ന് വേറിട്ട ചിന്താധാരകൾ ഉയരുമ്പോൾ, അവിടെ യേശുക്രിസ്തു വേദനയോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യൂദാസ് ചുംബിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ ആ ചുംബനം ഏറ്റുവാങ്ങുന്ന കർത്താവ് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്നേഹിത നീ എന്തിനാണ് വന്നത്? സ്നേഹിത നീ എന്തിനാണ് വന്നത്? ഇവിടെ തന്നോടുകൂടി ആയിരിക്കാൻ അല്ലേ നീ വരേണ്ടിയിരുന്നത്? പ്രസംഗിക്കാൻ അയക്കപ്പെടാൻ വേണ്ടിയല്ലേ നീ വരേണ്ടിയിരുന്നത്? പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ വേണ്ടിയല്ലേ നീ വരേണ്ടിയിരുന്നത് എന്നുള്ള കർത്താവിൻ്റെ ചോദ്യത്തിന് യൂദാസ് കറിയോത്തായിക്ക് ഉള്ള ഉത്തരം ലൗകിക മനുഷ്യൻ്റെയാണ്. തൻ്റെ പോക്കറ്റിൽ കിലുങ്ങുന്ന നാണയത്തിൻ്റെ ആ ഒരു സ്വരം മാത്രമേ അവന് കേൾക്കാനായിട്ട് കഴിയുന്നുള്ളൂ. അത് ലൗകിക മനുഷ്യൻ്റെ ചിന്തയാണ്. ലൗകിക മനുഷ്യൻ്റെ ചിന്താധാരയിൽ നിന്നുകൊണ്ട് ആത്മീയ മനുഷ്യൻ്റെ തലങ്ങളിലേക്ക് ഉയരുവാനായിട്ട് കഴിയില്ല. ഭാരതത്തിൻ്റെ സന്യാസിമാർ ആത്മീയരായിരുന്നു. ഭാരതത്തിൻ്റെ പ്രത്യേകത ഇവിടെ സംസ്കാരവും മതവും അതോടൊപ്പം തന്നെ ദൈവിക സങ്കല്പങ്ങളും എല്ലാം യോജിച്ച് കിടക്കുന്ന നാടാണ്. അപ്പോൾ ഇവിടെ ഒന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയാത്ത രീതിയിൽ അത്രമാത്രം ആയിരിക്കുന്ന ആ സംഹിതയുടെ നടുവിലേക്ക് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ലോകത്തിൻ്റെ പ്രകാശമായിട്ട് ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നവൻ യേശുക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തുവാൻ അവൻ വരുന്നു. നമ്മുടെ യൂദാസിൻ്റെ ജീവിതത്തെ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ യൂദാസിൽ കർത്താവല്ല, ദൈവമല്ല പ്രവേശിച്ചത്, മറിച്ച് സാത്താനാണ്. അവൻ ഇരുളിലേക്ക് കടന്നുപോയി എന്നും അപ്പോൾ രാത്രിയുടെ ആ യാമങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇരുട്ടായിരുന്നുവെന്ന് വളരെ മനോഹരമായിട്ട് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇരുട്ടിൻ്റെ മുമ്പിൽ നമുക്ക് മുമ്പിലുള്ള വെളിച്ചം യേശുക്രിസ്തുവാണ്. ഇരുട്ടിലേക്ക് ഇറങ്ങി പോവുകയല്ല, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നു നിക്കോദെമോസിനെ പോലെ ആകാനായിട്ട് ഭാരതത്തിൻ്റെ ജനത്തിന് അറിവ് കൊടുക്കാനായിട്ടാണ് ഈ തോമസ് ശ്ലീഹായെ ഈ ഭാരത മണ്ണിലേക്ക് ദൈവം അയച്ചത്. അടുത്തായിട്ട് നമ്മൾ കാണേണ്ടതാണ് പ്രകാശത്തിൻ്റെ സാന്നിധ്യം അറിയിക്കാനായിട്ട് നമ്മൾ അവിടെ ഫ്ലെക്സ് ബോർഡ് വെക്കേണ്ട കാര്യമില്ല. ഇവിടെ പ്രകാശമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വെട്ടം കാണാമെന്ന്. മറിച്ച് പ്രകാശത്തിൻ്റെ സാന്നിധ്യം തന്നെ ഇരുട്ടിലുള്ള ഓരോ കാര്യത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ചൂടുകളെ മാറ്റിവെക്കാനിടത്ത് മാറ്റിവെക്കാനും ചേർത്ത് വെക്കേണ്ടിടത്ത് ചേർത്ത് വെക്കാനും ഒക്കെ നമുക്ക് ദിശാബോധം നൽകുന്ന ഒന്നാണ് പ്രകാശം. യേശുക്രിസ്തു എന്ന പ്രകാശത്തിൽ നടക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ ഇടംവലം തിരിയുമ്പോൾ ഇതാണ് നിൻ്റെ വഴിയെന്ന് പറയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽപ്പാനായിട്ട് ഇടയാകും. അടുത്തായിട്ട് അവർ പറയുന്ന ഒരു വാക്ക് അസത്വം സദ്ഗമയ, അസത്യത്തിൽ ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. നമ്മുടെ കർത്താവ് തൻ്റെ ഈ പീഡാനുഭവങ്ങളുടെ തൊട്ട് മുന്നിലായിട്ടുള്ള അന്ത്യത്താഴ വേളകളിൽ അവിടുന്ന് ശിഷ്യന്മാരോട് ഉപദേശിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. അപ്പോൾ തോമസ് പറഞ്ഞു, കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ വഴി ഞങ്ങളെങ്ങനെ അറിയും? മാർഗം ചോദിച്ചവനാണ് മാർത്തോമാ ശ്ലീഹ. മാർഗം ചോദിച്ച മാർത്തോമാ ശ്ലീഹയ്ക്ക് കർത്താവ് പറയുന്ന ചോദ്യം ഇതാണ്, പറയുന്ന കാര്യം ഇതാണ്, ഇത്രകാലമായിട്ടും തോമസേ നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഇത് തോമസ് ശ്ലീഹായോട് ഇങ്ങനെ ഒരു മറുപടി നൽകാനുള്ള കാരണം എന്താണ്? അദ്ദേഹം വരുന്ന ഭാരത നാട്ടിൻ്റെ അന്വേഷണമാണിത്. അവർ വഴി തേടുന്ന ഒരു ജനമാണ്. അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന അസത്യത്തിൽ ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. അവരോട് പറയുക, യേശുക്രിസ്തുവാണ് സത്യം. മൃത്യോർമാമൃതംഗമയ, ഞങ്ങളെ മരണത്തിന് ജീവനിലേക്ക് നയിക്കണമേ. അവരോട് പറയുക, യേശുക്രിസ്തുവാണ് ജീവൻ. അതിനുവേണ്ടിയാണ് മാർത്തോമാ ശ്ലീഹ ദൂരദേശത്ത് നിന്ന് ഈ നാട്ടിലേക്ക് കടന്നു വന്നത്. കാരണം ഒരു പ്രാർത്ഥനയും ദൈവരസനയിൽ പാഴായി പോകുന്നില്ല എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാർത്തോമാ ശ്ലീഹ ഒരു രക്തസാക്ഷി മകുടം ചൂടുമ്പോൾ നമ്മൾ കാണുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ലാസറിൻ്റെ ആ ഒരു ഭവനത്തിലേക്ക് ലാസർ മരിച്ചെന്നറിഞ്ഞ് പോകാൻ തുടങ്ങുന്ന ആ അവസരത്തിൽ യഹൂദർ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് കാത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവനോടൊപ്പം നമുക്കും പോയി മരിക്കാം എന്ന് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ അരുമശിഷ്യനായിട്ടുള്ള മാർത്തോമാ ശ്ലീഹ അദ്ദേഹം ഈ ഭാരതത്തിൽ വന്നിട്ട് അദ്ദേഹം ചെയ്തതെന്താണ്? സുവിശേഷം പ്രസംഗിച്ചു. എൻ്റെ നാമനിമിത്തം നിങ്ങളെ സർവ്വരും ദ്വേഷിക്കും എന്നുള്ള വാക്കുകൾക്ക് അടിസ്ഥാനമിട്ടുകൊണ്ട്
അദ്ദേഹം അനേകം പേരുടെ വെറുപ്പിന് പാത്രീഭൂതനായിട്ട് മാറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയെ രക്തം കൊടുത്ത് കർത്താവിന് സാക്ഷ്യം വഹിച്ച രക്തസാക്ഷി മരിക്കുന്നില്ല എന്നുള്ള ഓർമ്മയുടെ ആ വലിയ ചൈതന്യധാരയാണ് ഈ ദുഃഖാന തിരുനാളിൽ നമ്മൾ ഓരോരുത്തരും ദേവാലയത്തിൽ വന്ന് കണ്ണുനീരോടെ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ ആ ഒരു വിലാപ്പുറത്ത് നിന്ന് ഒഴുകിയ ചോര പോലെ തന്നെ നിന്നൊഴുകിയ ചോര അത് ജീവജലത്തിൻ്റെ അരുവിയായി വിശ്വാസ സമൂഹത്തിന് പരിണമിച്ചു. കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ കർത്താവായ മിശിഹ പറയുന്നുണ്ട്, രക്ഷകൻ നമ്മളോട് പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിന് ജീവിതത്തിൻ്റെ അരുവികൾ ഒഴുകും. രക്തസാക്ഷിത്വത്തോളം കർത്താവിനെ വിശ്വസിച്ചു. ജീവൻ പോയാലും എനിക്ക് എൻ്റെ കർത്താവ് മതിയെന്ന് പറഞ്ഞ ജീവിതയാത്രയിൽ അവരുടെ പ്രകാശം ലോകത്തിന് കൊടുത്തുകൊണ്ട് രക്തസാക്ഷി മരിക്കുന്നില്ല എന്നുള്ള ബോധ്യം നൽകിക്കൊണ്ട് അദ്ദേഹം കുന്തമുനയിൽ പിടഞ്ഞ് മരിച്ചപ്പോൾ കുന്തമുന അദ്ദേഹത്തെ കോർത്തെടുത്തപ്പോൾ കുരിശിൽ കോർത്തെടുത്ത യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ദൈവമേ, എനിക്ക് വേണ്ടി ഒരുക്കിയ വാസസ്ഥലത്തേക്ക് ഞാൻ നിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നു. സ്തെഫാനോസിനെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ച ആ ദൈവം അദ്ദേഹത്തെയും എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചിട്ടുണ്ടാവും. നമ്മുടെ ജീവിതയാത്രയിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ രക്തസാക്ഷിത്വത്തിന് വേണ്ടി ഒരുങ്ങുന്ന അനേകം മക്കൾ ഈ ഭൂമിയിലുണ്ട്. പലപ്പോഴും ഇന്ന് നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിൻ്റെ ചൈതന്യധാരയെ ഏറ്റുവാങ്ങുമ്പോൾ ലൗകിക മനുഷ്യൻ്റെ തലങ്ങളിലേക്കല്ല, ആത്മീയ മനുഷ്യൻ്റെ തലങ്ങളിലേക്കാണ് നമ്മൾ ഉയരുന്നത്.